അനാവശ്യ സെന്റിമെന്റ്സ് വർക്കൗട്ട് ആക്കി സ്ത്രീകളുടെ മനസ്സ് പിടിച്ചെടുക്കുന്നതിൽ വെള്ളിത്തിരയിൽ തന്നെ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളാണ് സുരേഷ് ഗോപി. പിന്നെയല്ലേ ഈ പാവപ്പെട്ട ആശാവർക്കർമാരുടെ കാര്യം. വയനാട്ടിലെ പാവപ്പെട്ട ജനങ്ങളുടെ കണ്ണുനീരിന് പരിഹാരമുണ്ടാക്കാൻ BJPയോട് സംസ്ഥാന സർക്കാർ പല കുറി ആവശ്യപ്പെട്ടിട്ടും കാണിക്കുന്ന അനീതിക്കെതിരെ ശബ്ദമില്ലാത്തവനാണ് ഈ പറയുന്ന സുരേഷ് ഗോപി. ശരിയാണല്ലോ, വയനാട്ടിലെ ഭൂരിഭാഗം ജനങ്ങളും മഹാദുരന്തത്തിൽ ഇല്ലാതായി പോയല്ലോ. അവിടെ ചെന്ന് ഇത്തരം നാടകങ്ങൾ കാണിച്ചിട്ട് വലിയ കാര്യമില്ല. ഇതാവുമ്പോൾ ഒരു സീരിയലിന്റെ ഓളമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇന്നലെയും സുരേഷ് ഗോപി സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്ന ആശാവർക്കർമാരെ കണ്ടു. ഓണറേറിയം ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ആശാപ്രവർത്തകർക്ക് പിന്തുണയുമായി സമരവേദിയിൽ ഇത് രണ്ടാം വട്ടമാണ് സുരേഷ് ഗോപി എത്തുന്നത്. ആശാവർക്കർമാർക്ക് കേന്ദ്രം നൽകാനുള്ളതെല്ലാം നൽകിയെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. കേന്ദ്ര സർക്കാർ പ്രവർത്തകരുടെ വേതനം കൂട്ടുമെന്ന് പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് സന്ദർശനം. കേന്ദ്രത്തിൽ പോയിട്ട് വന്നത് പട്ടി ചന്തയ്ക്ക് പോയതുപോലെയായി എന്ന് സുരേഷ് ഗോപിക്ക് തന്നെ ബോധ്യമായപ്പോൾ അതിന്റെ നാണക്കേട് മാറ്റാൻ കുറെ പാടുപെട്ടതാണ്. കേന്ദ്രം നൽകാനുള്ളത് എന്ന് പറയുന്നത് 2023-24 സാമ്പത്തിക വർഷത്തിലേത് ആണ് എന്നും നടപ്പ് വർഷം 2024-25 ആകയാൽ ഈ വർഷം 1 രൂപ പോലും കേന്ദ്ര സർക്കാർ ആശമാരുടെ ശമ്പള വർധനവിന് വേണ്ടി നൽകിയിട്ടില്ല എന്നും വീണ ജോർജ് പരസ്യമായി പല ആവർത്തി പറഞ്ഞിട്ടും വിശ്വാസം വരാതെയാണ് സുരേഷ് കേന്ദ്രമന്ത്രിമാരെ കണ്ട് ബോധ്യപ്പെടാൻ പോയത്. കേരളത്തിൽ ആകെ പിടിച്ച ഒരു സീറ്റ് വളരെ അഭിമാനത്തോടു കൂടി നിലനിർത്തണമെങ്കിലും വീണ്ടും ഇലക്ഷൻ നടക്കുമ്പോൾ ഒരു സീറ്റിന് വേണ്ടിയെങ്കിലും വോട്ട് ചോദിച്ച് ആരുടെയെങ്കിലും ഒക്കെ മുന്നിൽ ചെല്ലണമെങ്കിലും കേരളം ഒരു കേന്ദ്രമന്ത്രിയെ അങ്ങോട്ട് അയച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ടായി എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് തോന്നണം. തോന്നിപ്പിക്കാനുള്ള ഏക വഴി പിടിച്ചു വെച്ചേക്കുന്ന തുകയിൽ നിന്ന് കുറച്ച് ഈ സമയത്ത് സുരേഷ് ഗോപി ഈ പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്തിയത് കൊണ്ട് മാത്രം ആശമാർക്ക് നൽകുന്നു എന്ന് വരുത്തി തീർക്കണം. എന്തൊരു രാഷ്ട്രീയ ബുദ്ധിയാണ് ഇതിനൊക്കെ പിന്നിൽ. ഇതിനൊക്കെ പുറമെ കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ അറിയാമെന്നും ആശമാരെ പൂർണ്ണമായും ഏറ്റെടുക്കുന്നത് കേരളത്തിന് താങ്ങാൻ കഴിയുന്നതല്ല എന്ന് അറിയുന്നത് കൊണ്ട് താൻ അത് പറയില്ല എന്നും സുരേഷ് ഗോപി പറയുന്നു. എന്തൊരു മഹാമനസ്കതയാണ്. ഇതൊക്കെ അറിഞ്ഞിട്ടും മുഴുവൻ ഉത്തരവാദിത്വവും സംസ്ഥാന സർക്കാരിന്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് നാടകം കളിച്ചതും സ്വന്തം പാർട്ടിക്കാരെയും കോൺഗ്രസുകാരെയും അതിന് കൂട്ടിവിട്ടതും എന്തിനായിരുന്നു എന്നുകൂടി സുരേഷ് പറയണം. ഇവിടെ നിയമസഭയിൽ വീണ ജോർജ് പറഞ്ഞതും അങ്ങനെ തന്നെയല്ലേ? വീണ ജോർജ് സ്വകാര്യമായി സുരേഷ് ഗോപിയെ വിളിച്ചല്ലല്ലോ ഇത് പറഞ്ഞത്. അവരും ധൈര്യത്തോടു കൂടി ഒരു നിയമസഭയിൽ നിന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് മറുപടിയായി കേന്ദ്രം കാണിക്കുന്ന നെറുകേട് വിളിച്ചു പറഞ്ഞത്. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ പാർലമെന്റിൽ പറഞ്ഞതെല്ലാം സത്യമാണ്. സഭയിൽ കള്ളം പറയാൻ സാധിക്കില്ല. ഭാഷ മനസ്സിലാകാത്തതിനാലാണ് കേന്ദ്രവിഹിതം കിട്ടിയില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്നത്. യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ ഇനി കിട്ടാനുള്ള തുക നൽകുമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. സുരേഷ് ഗോപിയുടെ ഈ പറച്ചിൽ കേട്ടാൽ തോന്നും വീണ ജോർജിനെ എഴുത്തിനിരുത്തിയത് സുരേഷ് ഗോപിയാണ്. അല്ലെങ്കിൽ ഇനി വീണ ജോർജിനെ ഏത് പള്ളിക്കൂടത്തിലാണ് സുരേഷ് ഗോപി അക്ഷരം പഠിപ്പിച്ചതും അവർ ഭാഷ അറിയാത്ത തരത്തിലൊരു മോശം സ്റ്റുഡന്റ് ആയിരുന്നു എന്ന് കണ്ടെത്തിയതും എന്നുകൂടി പറയണം. ഒന്നുമില്ലെങ്കിലും പത്രപ്രവർത്തന രംഗത്ത് കഴിവ് തെളിയിച്ച ഒരു സ്ത്രീയാണവർ. സുരേഷ് ഗോപി സിനിമ അഭിനയത്തിൽ മാത്രമാണ് ഈ കഴിഞ്ഞ കുറച്ച് നാള് വരെ IPS-ഉം മന്ത്രിയും പോലീസും ഒക്കെ ആയതും കണ്ടതും. വീണ ജോർജ് എത്രയോ കാലമായി ഒരു പത്രപ്രവർത്തക എന്ന നിലയിൽ ഇത്തരക്കാരോട് ഇടപഴകിയും സംസാരിച്ചും അവരുടെ വാർത്തകൾ കണ്ടെത്തിയും പ്രസിദ്ധീകരിച്ചുമൊക്കെ വളരെ ശീലമുള്ള വ്യക്തിയാണ്. കേന്ദ്രം അനുവദിച്ച തുക സംസ്ഥാന സർക്കാർ വകമാറ്റി ചെലവഴിച്ചോ എന്ന ചോദ്യത്തിന് മാധ്യമങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കൂ എന്നായിരുന്നു മറുപടി. എന്നാൽ ആശാവർക്കർമാർക്ക് നൽകാനുള്ള പണം കേന്ദ്രം നൽകിയെന്ന വാദം സംസ്ഥാനം തള്ളി. 2023-24 സാമ്പത്തിക വർഷത്തിൽ കോബ്രാൻഡിന്റെ പേരിൽ പണം തടഞ്ഞു വെച്ചു. 636.88 കോടി കിട്ടിയില്ലെന്ന് പറഞ്ഞ മന്ത്രി വീണ ജോർജ് യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് നിയമസഭയിൽ വെച്ചു എന്നും ആശാവർക്കർമാർക്ക് കേന്ദ്രം നൽകാനുള്ളതെല്ലാം നൽകിയെന്നും സുരേഷ് ഗോപി സമരപ്പന്തലിൽ പറഞ്ഞു. 60% കേന്ദ്രം, 40% സംസ്ഥാനം, അതല്ലേ അനുപാതം? അപ്പോൾ കേരളം 7000 നൽകുമ്പോൾ കേന്ദ്രം 10,500 നൽകണ്ടേ? അത് നൽകിയിട്ട് ഈ ഹീറോയിസം കാണിച്ചാൽ കൊള്ളാമായിരുന്നു സുരേഷ് ഗോപി. ഇത്രയും ദിവസം ആശാവർക്കർമാർ സമരം ചെയ്തിട്ടും സംസ്ഥാനം കേന്ദ്രത്തോട് ബാക്കി തുക തരാൻ പറഞ്ഞിട്ടും നിയമസഭയിൽ MP-മാർ ഇത് ആവർത്തിച്ച് പറഞ്ഞിട്ടും പിന്നെയും പറഞ്ഞിട്ടും കേട്ടിട്ടും മനസ്സിലാകാത്ത കേന്ദ്ര സർക്കാരിന് കേരളത്തിൽ നിന്ന് ഒരേ ഒരു BJP MP ആയ സുരേഷ് ഗോപി പറഞ്ഞപ്പോൾ മാത്രം മനസ്സിലായി.
ജനങ്ങൾക്കും ചിലതൊക്കെ മനസ്സിലായി എന്ന് മാത്രം മോദി സർക്കാർ ഓർത്താൽ മതി. ഈ അഭിനയമൊക്കെ വെള്ളിത്തിരയിൽ കാഴ്ചവെച്ചെങ്കിൽ ഫീൽഡ് ഔട്ട് ആകാതെ പിടിച്ചു നിൽക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു. ഇനി സഹായം പറ്റി കഴിഞ്ഞാൽ വോട്ട് കൊടുത്തില്ലെങ്കിൽ തന്നതൊക്കെ ഔദാര്യമായിരുന്നെന്നും വാങ്ങി നക്കിയിട്ട് നന്ദിയില്ലാത്തരം കാണിക്കാൻ നാണമില്ലേ എന്ന് ചോദിക്കാനും തമ്പുരാൻ മടിക്കില്ലെന്ന് മറക്കരുത്.